നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്കുള്ള ഒരു ഓഡിയോ വഴികാട്ടിയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ടൂറിസ്റ്റ് ഗൈഡ് പോലെ തോന്നാം. എവിടെ പോകണം, എന്ത് കാണണം എന്നൊക്കെ പറയുന്ന ഒന്ന്. പക്ഷേ ശരിക്കും ഇതല്ല. അല്ല. ക്ഷേത്രദർശനത്തിന് മുൻപ് എങ്ങനെ തയ്യാറെടുക്കണം, അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇത് കൂടുതൽ സംസാരിക്കുന്നത്. അതെ, ആ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു കാഴ്ച കാണാനുള്ളൊരു യാത്രയായിട്ടല്ല, മറിച്ച് ഒരുതരം ആചാരമായിട്ടാണ് ഈ ഗൈഡ് ദർശനത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുൻപേ തുടങ്ങും ഇതിലെ നിർദ്ദേശങ്ങൾ. ആ ഒരുക്കം, ആ വാക്കാണ് പ്രധാനമെന്ന് തോന്നുന്നു. അതെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ ഒരു അനുഭവത്തിനായി ഒരുക്കുന്നതിലാണ് ഫോക്കസ്. ശരിയാണ്. നിങ്ങൾ ക്ഷേത്രം സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിട്ടകളെക്കുറിച്ച് അറിയാനൊരു കൗതുകമുണ്ടെങ്കിലോ, നമുക്ക് ഈ ഗൈഡിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അമ്പലത്തിലെത്തുന്നതിന് മുൻപേ തുടങ്ങുകയാണല്ലോ കാര്യങ്ങൾ. അതെ. എന്തൊക്കെയാണ് ഈ ഗൈഡ് പറയുന്ന ആദ്യത്തെ കടമ്പകൾ? ഗൈഡ് തുടങ്ങുന്നത് തന്നെ പ്രവേശന കവാടത്തിലെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ ആദ്യത്തേത് വളരെ വ്യക്തമാണ്. ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ. അതൊരു അടിസ്ഥാനപരമായ നിയമമായിട്ട് അവിടെയുണ്ട്. അത് കഴിഞ്ഞു വരുന്ന നിയമമാണ് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒന്ന്. ഗൈഡ് ഇതിനെ ഒരു രസകരമായ പേരിട്ടാണ് വിളിക്കുന്നത്: ഡിജിറ്റൽ ഉപവാസം. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ, ക്യാമറ, സ്മാർട്ട് വാച്ച്, അങ്ങനെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും പുറത്തു വെക്കണം. കിഴക്കേ നടയിലുള്ള ക്ലോക്ക് റൂമിൽ ഇതെല്ലാം സുരക്ഷിതമായി വെക്കാനുള്ള സൗകര്യമുണ്ടെന്നും ഗൈഡിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതെ, ഇത് വെറുമൊരു സുരക്ഷാ പ്രശ്നം മാത്രമല്ലല്ലോ, അല്ലേ? അല്ല, തീർച്ചയായുമല്ല. കാരണം ഗൈഡിൽ തന്നെ പറയുന്നുണ്ട്, ഭക്തിക്കും ധ്യാനത്തിനുമുള്ള ഒരു ഇടമുണ്ടാക്കാനാണിതെന്ന്. ഇതിനു പിന്നിൽ അതിലും വലിയൊരു ഉദ്ദേശമുണ്ടാകില്ലേ? തീർച്ചയായും. ആ ഡിജിറ്റൽ ഉപവാസം എന്ന വാക്ക് തന്നെ അതിലുണ്ട് കാര്യം. ഉപവാസം എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണല്ലോ. ശരിയാണ്. ഇവിടെ നിങ്ങൾ ഒഴിവാക്കുന്നത് പുറം ലോകവുമായുള്ള ഒരു ബന്ധമാണ്. നിങ്ങളുടെ ഫോൺ കയ്യിലില്ലാത്ത ആ നിമിഷം മുതൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലേക്കും നിങ്ങൾ നിൽക്കുന്ന ആ ചുറ്റുപാടിലേക്കും തിരിയുകയാണ്. ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷനോ വാട്സാപ്പ് മെസ്സേജോ ഒന്നും വരുന്നില്ല. അതൊരു ബോധപൂർവമായ വേർപെടലാണ്. ആ ഒരു അന്തരീക്ഷത്തിൽ പൂർണ്ണമായി ലയിക്കാൻ ഇത് സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊരു ആവശ്യകതയാണ്. ഒരുങ്ങി. എന്നാൽ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ അതുകൊണ്ട് മാത്രമായില്ല, അല്ലേ? ഇല്ല. ശാരീരികമായ ഒരു ഒരുക്കം കൂടിയുണ്ട്. അതാണ് ഈ വസ്ത്രധാരണത്തിലെ നിബന്ധനകൾ. അതെ, ഗൈഡിൽ ഏറ്റവും കർശനമായി പറയുന്നൊരു ഭാഗം ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും. ഈ വസ്ത്രധാരണത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു അനാവശ്യമായ ബുദ്ധിമുട്ടായി തോന്നാം. ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഇത്ര കർശനമായ നിയമങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഈ വഴികാട്ടി പറയുന്നത് ഇതിന് അതിലും വലിയൊരു അർത്ഥമുണ്ടെന്നാണ്, അല്ലേ? തീർച്ചയായും. ഈ നിയമം ഒരു വലിയ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നമുക്കാദ്യം ആ നിയമങ്ങൾ എന്താണെന്ന് പറയാം. ഓക്കെ. പുരുഷന്മാർക്ക് മുണ്ടാണ് വേഷം. ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ഷർട്ടോ ബനിയനോ ടീഷർട്ടോ ഒന്നും പാടില്ല. തോളിൽ ഒരു ചെറിയ തോർത്തോ അംഗവസ്ത്രമോ ആകാം. ഇനി പാൻസ് ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിലോ? അതിനു മുകളിലൂടെ മുണ്ടൊടുക്കണം. അതിനുള്ള സൗകര്യം ക്ഷേത്രത്തിന് പുറത്തു തന്നെയുണ്ട്. സ്ത്രീകൾക്കോ? സ്ത്രീകൾക്ക് സാരി, സെറ്റ് മുണ്ട്, അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും. അതാണ് ഏറ്റവും ഉചിതം. ഇനി ചുരിദാറോ പാൻറ്റോ ആണ് ധരിക്കുന്നതെങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ അതിനു മുകളിലൂടെ ഒരു മുണ്ട് ചുറ്റണം. കുട്ടികൾക്കും ഇത് ബാധകമാണോ? അതെ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഈ പരമ്പരാഗത വസ്ത്രധാരണ രീതി പിന്തുടരണമെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്തിനാണ് ഇത്ര കർശനമായ ഒരു ഡ്രസ് കോഡ്? എന്താണിതിന്റെ പിന്നിലെ ആശയം? ഇതിന് പല തലങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇത് എല്ലാവർക്കിടയിലും ഒരുതരം സമത്വം കൊണ്ടുവരുന്നു. സമത്വം? അതെങ്ങനെയാണ്? നിങ്ങൾ പുറത്ത് എത്ര വലിയ ആളായിരിക്കാം, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്സുകാരനോ ആരുമാകാം. പക്ഷെ ആ മുണ്ടെടുത്ത് ക്ഷേത്രത്തിനകത്ത് കടക്കുമ്പോൾ എല്ലാവരും തുല്യരാണ്. എല്ലാവരും ഭക്തർ മാത്രം. വസ്ത്രത്തിന്റെ പേരിലുള്ള ആ വേർതിരിവുകൾ അവിടെ ഇല്ലാതാവുകയാണ്. എല്ലാവരും ഒന്നാകുന്നു. അത് ശക്തമായ ഒരു ആശയമാണ്. അതുതന്നെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അതിനൊരു മാനസികമായ സ്വാധീനമുണ്ട്. അതെങ്ങനെ? നമ്മളൊരു പ്രത്യേക വേഷം കിട്ടുമ്പോൾ
നമ്മുടെ പെരുമാറ്റത്തിലും ചിന്തയിലുമൊക്കെ ഒരു മാറ്റം വരുമല്ലേ? ശരിയാണ്. ഈ പരമ്പരാഗത വസ്ത്രം ധരിക്കുന്നതോടെ നിങ്ങൾ കേവലം ഒരു കാഴ്ചക്കാരെന്ന നിലയിൽ നിന്ന് ആ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു ഭാഗമായി മാറുകയാണ്. ഗൈഡിലൊരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിനൊത്ത് വേഷവിധാനം ചെയ്തിരിക്കുന്നു. ആ ഒരൊറ്റ ചിന്ത മതി നമ്മുടെ ഒരു മാനസികാവസ്ഥയെ മാറ്റാൻ. ഓക്കെ, അപ്പോ ഡിജിറ്റൽ ലോകം പുറത്തായി, വസ്ത്രം മാറി, ഇനി നേരെ ആ 7 തട്ടുകളുള്ള വലിയ കിഴക്കേ ഗോപുരത്തിന് മുന്നിലേക്ക്. ഗൈഡിൽ ആ കാഴ്ചയെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത്? ഗോപുരത്തിന് മുന്നിലെത്തി അകത്തേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു ചെറിയ ശുദ്ധീകരണ കർമ്മമുണ്ട്. ഓക്കെ. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നിന്ന് കൈകളും കാലുകളും കഴുകണം. അതിനുശേഷമാണ് നമ്മൾ പടികൾ കയറി ആ കരിങ്കൽ പാകിയ വലിയ നടയിലേക്ക് പ്രവേശിക്കുന്നത്. ആ നിമിഷത്തെക്കുറിച്ച് ഗൈഡ് വിവരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. നഗരത്തിന്റെ ശബ്ദങ്ങൾ പതിയെ മാഞ്ഞു പോകുന്നു. അതെ. പരുപരുത്ത കരിങ്കൽ തറയിലെ തണുപ്പ് നിങ്ങളുടെ കാൽക്കീഴിൽ അനുഭവപ്പെടും എന്ന് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. ആ ഇന്ദ്രിയാനുഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അവിടെ. ഈ കൈയും കാലും കഴുകുന്നത്, ചെരുപ്പില്ലാതെ നടക്കുന്നത്, ഇതൊക്കെ വെറും വൃത്തിയുടെ കാര്യം മാത്രമല്ലല്ലോ. ഇതിനെല്ലാം ഒരു പ്രതീകാത്മകമായ അർത്ഥം കാണുമല്ലോ, അല്ലേ? തീർച്ചയായും. കൈകാലുകൾ കഴുകുന്നത് ഒരു സിംബോളിക് ലെൻസിംഗ് ആണ്. അതായത് ഒരു പ്രതീകാത്മകമായ ശുദ്ധീകരണം. അതിലൂടെ നമ്മൾ ആ സ്ഥലവുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ്. ആ കല്ലിന്റെ തണുപ്പും പരുക്കൻ ഭാവവും പാദങ്ങളിൽ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രസന്റാകുന്നു. ശരിയാണ്. നമ്മുടെ ശ്രദ്ധ കാലിനടിയിൽ ആ സ്പർശനത്തിലേക്ക് വരുന്നു. അത് നമ്മളെ ആ നിമിഷത്തിലേക്ക്, ആ സ്ഥലത്തിന്റെ ഊർജ്ജത്തിലേക്ക് അടുപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ ചെറിയ കാര്യങ്ങളെല്ലാം ചേർന്ന് നമ്മളെ ഒരു സാധാരണ ലോകത്തു നിന്നും ഒരു പുണ്യസ്ഥലത്തേക്കുള്ള മാനസികമായ യാത്രയ്ക്ക് തയ്യാറാക്കുകയാണ്. ഓരോ ചുവടും ആ മാറ്റത്തിന്റെ ഭാഗമാണ്. അപ്പോ ഈ നിയമങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ചെക്ക് ലിസ്റ്റ് അല്ല, മറിച്ച് ഒരു അനുഭവത്തിലേക്ക് നമ്മളെ പടിപടിയായി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാകും. കറക്റ്റ്. ഡിജിറ്റൽ ഉപവാസം കൊണ്ട് ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കുന്നു. വസ്ത്രധാരണം കൊണ്ട് നമ്മൾ പാരമ്പര്യത്തിന്റെ ഭാഗമാകുന്നു. ശുദ്ധീകരണം കൊണ്ട് സ്വയം ഒരുങ്ങുന്നു. അവസാനം ആ തണുത്ത കല്ലിൽ ചവിട്ടി നിൽക്കുമ്പോൾ നമ്മൾ ആ പുണ്യഭൂമിയുമായി ഒന്നാകുന്നു. വളരെ ശരിയാണ്. ഓരോന്നും അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപിടിയാണ്. ഈയൊരു രീതി, അതായത് ഒരു സ്ഥലത്തേക്ക് കടക്കാൻ ഇത്രയധികം നിബന്ധനകൾ വെക്കുന്നത്, ഇത് ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒന്നാണോ, അതോ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇതുപോലുള്ള ആശയങ്ങളുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ല. ഓ. ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും പുണ്യസ്ഥലങ്ങൾ അഥവാ സേക്രഡ് സ്പേസസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പഠിച്ചാൽ ചില പൊതുവായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു സാധാരണ സ്ഥലത്തെ എങ്ങനെയാണ് ഒരു അസാധാരണമായ പവിത്രമായ ഇടം ആക്കി മാറ്റുന്നതിന് ചില വഴികളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, അതിരുകൾ നിശ്ചയിക്കുക. ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം എന്ന നിയമം, അതൊരു അതിരാണ്. അത് ആ സ്ഥലത്തെ വേർതിരിക്കുന്നു. ശരി. 2, ഒരു പ്രത്യേക വേഷം നിർബന്ധമാക്കുക. ഇത് ആ സ്ഥലത്തിന് ഒരു പ്രത്യേക ഐഡന്റിറ്റി കൊടുക്കുന്നു. 3, അനുഷ്ഠാനപരമായ ശുദ്ധീകരണം, നമ്മൾ പറഞ്ഞ കൈകാലുകൾ കഴുകുന്നത് പോലുള്ളവ. ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സ്ഥലം സാധാരണ ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക പവിത്രതയുള്ള ഇടമായി മാറുന്നത്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ഐഡിയയാണ്. ഒരു സ്ഥലത്തെ പവിത്രമാക്കാൻ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ചില പൊതുവായ തത്വങ്ങളുണ്ട്. അതെ. ആ ഒരു വലിയ ക്യാൻവാസിലാണ് നമ്മൾ ഈ നിയമങ്ങളെ കാണേണ്ടത്, അല്ലേ? അത് പുതിയൊരു കാഴ്ചപ്പാടാണ്. ഈ നിയമങ്ങൾ ആ സ്ഥലത്തിന്റെ പവിത്രതയെ നിർവചിക്കുകയും സംരക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. അതെ. അതോടൊപ്പം സന്ദർശകനെ ആ പവിത്രത അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ വഴികാട്ടിയിൽ പറയാത്ത, എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ നിയമങ്ങളെല്ലാം പാലിച്ച് ഫോണും വാച്ചുമെല്ലാം പുറത്തുവെച്ച് ആ പരമ്പരാഗത വേഷത്തിൽ തണുത്ത കരിങ്കൽ പാകിയ തറയിലൂടെ അകത്തേക്ക് നടക്കുകയാണെന്നൊന്ന് ഓർത്തു നോക്കൂ. ആ നിമിഷത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന ഡിജിറ്റൽ ലോകം നിങ്ങളുടെ ചിന്തകളെ എത്രത്തോളം ഇപ്പോഴും ഭരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സ് ശരിക്കും നിങ്ങളോട് എന്തു പറയും? ഒരുപക്ഷേ ആ ഒരു തിരിച്ചറിവ് കൂടിയായിരിക്കും ആ ദർശനത്തിന്റെ യഥാർത്ഥ അനുഭവം.